ഫ്രണ്ട്സ്, ഹോം മേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണ് എഗ് ബുർജി. അപ്പം നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം നമുക്ക് അതിലോട്ട് ഇച്ചിരി കടുക് ഇടാം. കടുക് ഇട്ടിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുക, അത് നമുക്ക് ചേർക്കാം അതിലോട്ട്. പച്ചമുളക് നിങ്ങൾക്ക് 2 പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ചേർക്കാം. എരിവേണ്ടിയവരുണ്ടല്ലോ. ചുമക്കൊന്നും നിൽക്കണ്ട, അതിൻ്റെ ഒരു ഫ്ലേവറായ എണ്ണയ്ക്കകത്ത് വരണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 2 സവോള എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചേക്കുക, അതിടാം. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിടാം, കാരണം ഉള്ളി ഇച്ചിരി വാടാനായിട്ട്. ഉള്ളി വേവണം അങ്ങനൊന്നുമില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പം നമുക്ക് തക്കാളിക്ക ഇടാം. ഞാൻ 2 തക്കാളിക്ക എടുത്തേക്കുക. തക്കാളിക്ക ഇങ്ങനെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ഇടാം. മുളക് പൊടി 1 ടീസ്പൂണാണ് ഞാൻ ഇടുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി മസാലപ്പൊടി, മസാലപ്പൊടി കുറച്ച് മതി, അതായത് മസാലയുടെ ചുവ ഒത്തിരി കാണും, കുറച്ച് മതി. ഇനിയിപ്പം ഞാൻ 2 മുട്ട ഒടിച്ച് വെച്ചേക്കുക, അത് ഒഴിക്കാം അതിലോട്ട്. ഇത് 2 മിനിറ്റ് മിക്സാക്കിയാൽ മതി. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മല്ലിയില. അതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് എഗ് ബുർജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എഗ് ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ചപ്പാത്തിയുടെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ നിങ്ങൾക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. ബൈ.